ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹുണ്ടായി മോട്ടോർ കമ്പനിയും കിയ കോർപ്പറേഷനും പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടു. 2025 ആദ്യ 3 പാദങ്ങളിൽ ഹുണ്ടായും കിയയും ചേർന്ന് ലോകമെമ്പാടും 8,31,933 ഹൈബ്രിഡ് വാഹനങ്ങൾ വിറ്റു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 27.2% വർധനമാണ്. ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹന പ്രോത്സാഹനങ്ങളിലെ മാന്ദ്യവും ബാറ്ററി വിൽപ്പനയിലെ വർധനവും താരിഫ് അനിശ്ചിതത്വവും ഉപഭോക്താക്കളെ പ്രത്യേകിച്ച് യുഎസിൽ ഹൈബ്രിഡ് വാഹനം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഹൈബ്രിഡ് കാറുകൾ ഇപ്പോൾ പരമ്പരാഗത ഐസിഇ സുഖസൗകര്യങ്ങൾക്കും ഇലക്ട്രിക് വാഹന കാര്യക്ഷമതയ്ക്കുമിടയിൽ ഒരു മികച്ച സ്ഥാനം വഹിക്കുന്നു. വിൽപ്പന ചാർട്ടുകളിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ദീർഘകാലമായി അവരുടെ ആഗോള സാന്നിധ്യത്തിന്റെ നട്ടെല്ലായിരുന്ന ഹ്യുണ്ടായി കിയയുടെ എസ്യുവി നിരയാണ് മുന്നിൽ. കൊറിയൻ ആഭ്യന്തര വിപണിയിൽ ഈ മാറ്റം കൂടുതൽ പ്രകടമാണ്. ഏപ്രിലിൽ പുറത്തിറക്കിയ ഹ്യുണ്ടായിയുടെ പുതിയ പാലിസേഡ് ഹൈബ്രിഡ് അതിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുക മാത്രമല്ല, അതിന്റെ ഗ്യാസോലിൻ എതിരാളിയെ മറികടക്കുകയും ചെയ്തു. കൊറിയ ഓട്ടോമൊബൈൽ ആൻഡ് മൊബിലിറ്റി അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ വരെ പാലിസേഡ് ഹൈബ്രിഡിന്റെ 26,930 യൂണിറ്റുകൾ വിറ്റു. ഗ്യാസോലിൻ മോഡലിന് 18,005 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു. പരമ്പരാഗതമായി പെട്രോൾ പവർ ട്രെയിനുകൾ ഇഷ്ടപ്പെടുന്ന വിപണിയെ സംബന്ധിച്ച് ഇതൊരു പ്രധാന മാറ്റമാണ്. വർദ്ധിച്ചുവരുന്ന ഇന്ധന ചെലവ്, നയമാറ്റങ്ങൾ, കൂടുതൽ ബോധപൂർവമായ ഉപഭോക്തൃ അടിത്തറ എന്നിവയെല്ലാം ചേർന്ന് ഹൈബ്രിഡുകളെ ജനപ്രിയമാക്കി മാറ്റി. ഹ്യുണ്ടായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്നായ യുഎസ് ഹൈബ്രിഡ് ചർച്ചയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ $7,500 വരെയുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന സബ്സിഡികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയതും ഹൈബ്രിഡ് വാഹന വിപണിയിൽ സ്വാധീനം ചെലുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി ഒരു പുതിയ ബ്രാൻഡിൻ്റെ കടന്നുവരവിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇന്ത്യ ആസ്ഥാനമായുള്ള ഇന്റൽ ടെക്നോളജീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്രാൻഡായ വോബിളിൻ്റെ ആദ്യ സ്മാർട്ട് ഫോൺ നവംബർ 19 വിപണിയിലെത്തും. ഇന്ത്യയിൽ നിന്ന് ഒരു പുതിയ ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉയർന്നുവരാൻ പോകുന്നതിന്റെ തുടക്കം കൂടിയാകും നവംബർ 19 വോബിൾ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് എന്ന് കരുതപ്പെടുന്നു. വരാൻ പോകുന്ന ഈ ഫോണിന്റെ ഔദ്യോഗിക പേരോ ഇതിലുണ്ടാകുന്ന ഫീച്ചറുകളോ സ്ഥിരീകരിച്ചിട്ടില്ല. സ്മാർട്ട് ഫോൺ ആരാധകർക്ക് വോബിൾ എന്ന പേര് അത്ര പരിചിതമല്ലെങ്കിലും നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഡിസ്പ്ലേകൾക്കും സ്മാർട്ട് ടിവികൾക്കും പേരുകേട്ട ബ്രാൻഡാണ് വോബിൾ. മീഡിയടെക് ഡൈമെൻസിറ്റി 7400 പ്രോസസർ കരുത്തിലെത്തുന്ന ഒരു 5G സ്മാർട്ട് ഫോണാണ് പുറത്തിറങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം 8GB റാമും ഈ സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുമെന്നും ഇത് ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കി എത്തുമെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ലോഞ്ച് തീയതി സ്ഥിരീകരിച്ചുകൊണ്ട് ആമസോണിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പേജ് വോബിൾ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വ്യക്തമാക്കുന്നു. മികച്ച ക്യാമറ ശേഷിയോടെയാകും ഈ ഫോൺ എത്തുകയെന്ന് ആമസോൺ പേജിലെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ സൈഡ് വ്യൂ ഇതൊരു സ്ലിം മോഡൽ ആയിരിക്കുമെന്ന സൂചനയും നൽകുന്നു. പഞ്ച് ഹോൾ ഡിസ്പ്ലേയാണ് ഈ വോബിൾ സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇനി മുതൽ ഫോട്ടോകളോ വീഡിയോകളോ മാത്രമല്ല, സ്പോട്ടിഫൈ പാട്ടുകളും ആൽബങ്ങളും നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ നേരിട്ട് പങ്കിടാൻ കഴിയും. ആൻഡ്രോയിഡിലാണ് ഈ ഫീച്ചർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാട്ടുകൾ, ആൽബങ്ങൾ, പോസ്റ്റ് കാർഡുകൾ എന്നിവ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് നേരിട്ട് ഷെയർ ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച സ്പോട്ടിഫൈ. അതായത് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് വാട്സാപ്പ് സ്റ്റാറ്റസിൽ സംഗീതവും മീഡിയയും പങ്കിടാൻ അനുവദിക്കുന്ന ഈ പുതിയ ഫീച്ചർ സ്പോട്ടിഫൈ പ്രഖ്യാപിച്ചു. സ്പോട്ടിഫൈയിൽ നിന്ന് നേരിട്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിലേക്ക് സംഗീതം ഇതിനകം ഷെയർ ചെയ്യാൻ കഴിയുന്ന ഫീച്ചറിന് സമാനമാണ് വാട്സാപ്പിലെ പുത്തൻ സ്പോട്ടിഫൈ സവിശേഷതയും. എല്ലാ പാട്ടുകളിലും ആൽബങ്ങളിലും പോഡ്കാസ്റ്റുകളിലും ഇനി പുതിയ വാട്സാപ്പ് ഷെയർ ബട്ടൺ ഉണ്ടായിരിക്കുമെന്ന് സ്പോട്ടിഫൈ പ്രഖ്യാപിച്ചു. ഈ ബട്ടൺ ടാപ്പ് ചെയ്യുന്നത് വാട്സാപ്പ് ഉൾപ്പെടെ ഒന്നിലധികം ഷെയറിംഗ് ഓപ്ഷനുകൾ നൽകും. ഒരു തവണ ടാപ്പ് ചെയ്താൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്രാക്ക് നേരിട്ട് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് ചേർക്കാൻ കഴിയും. സംഗീതം, പ്ലേലിസ്റ്റുകൾ, പോഡ്കാസ്റ്റുകൾ, ആൽബങ്ങൾ, ആർട്ടിസ്റ്റ് ക്ലിപ്പുകൾ, ഓഡിയോ ബുക്കുകൾ എന്നിവ ഇത്തരത്തിൽ വാട്സാപ്പ് സ്റ്റാറ്റസിൽ 24 മണിക്കൂർ നേരത്തേക്ക് പങ്കിടാൻ കഴിയും. ഈ ഫീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സംഗീതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഷോ എന്നിവ നിങ്ങളുടെ വാട്സാപ്പിൽ പങ്കിടാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.